Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. അനേക ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ദൈവവചനമായി നിൽപ്പാൻ കർത്താവ് ഒരു അവസരം തന്നതിനായി ഞാൻ സ്തുതിക്കുന്നു. I thank God for standing here for meditating the word of God after so many days. നമുക്കിങ്ങനെ ഒരു ദിവസം കൂടെ കർത്താവിനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank for giving us another opportunity, another day to worship the Lord in spirit and truth. അത് നമ്മുടെ ജീവിതത്തിൽ നൽകിയതിന് ദൈവത്തിന് എപ്പോഴും നന്ദി പറയണം. And we should always thank God for giving us another day. നമ്മളെ ഇവിടെ കൊണ്ടുവന്നതിന് ദൈവത്തിന് എപ്പോഴും നന്ദി പറയണം. And we should thank the Lord for bringing us here. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അനേകർ വിശ്വാസ ജീവിതത്തിലല്ല. And if you look around, you can see so many people who are gone away from the faith. പക്ഷേ ദൈവം എന്നെ കണ്ട് തിരഞ്ഞെടുത്ത് എനിക്ക് ഒരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. But God had given me a chance to be elected and praise Him, so we have to praise Him for that. ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I want to meditate from the Word of God today for a particular topic. ആ വിഷയം grow in Christ എന്ന ക്രിസ്തുവിൽ വളരുക. And the topic is grow in Christ. അതിനാധാരമായി ഒരു വാക്യം അല്ലെങ്കിൽ അതിനാധാരമായ ഒരു വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. And in regard to that topic, we can read one verse from the Bible. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെന്ന് വായിക്കാം. Hebrews chapter 6 verse 1. 1 മുതൽ 3 വരെ വായിച്ചാലും മതി. 1 to 3. 1 to 3. Hebrews chapter 6. മതി. ഇവിടെ ഈ എബ്രായ ലേഖകൻ 6 അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. And here the Hebrew whoever written this, they have talked about 6 doctrines. ഈ 5ഉം 6ഉം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 5ഉം 6ഉം അധ്യായം if you read from chapter 5 and 6, ഇവിടെ ഇത് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് എഴുതി എന്നാണ് പറയുന്നത്. It is said that it was written by Paul. അത് തർക്ക വിഷയമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആരെഴുതിയാലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, അതൊരു തർക്ക വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. Because there are different opinions about the author of Hebrews, so പക്ഷേ നമ്മൾ ഈ എബ്രായ ലേഖനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മറ്റ് പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്കത് മനസ്സിലാകും ഇത് പൗലോസ് തന്നെ എഴുതിയതാണ്. But if you read the other epistles of what Paul had written, and if you read Hebrews and if you learn about it, you know that this was written by Paul. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ആ ലേഖകൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, and the author whoever has written this, he has actually mentioning something in detail here. അവിടെ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠം തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. And if you turn to chapter 5 verse 12, it says that if you look at the time when about the teachers, then you need that the one teach again will be the first principles of the oracles of God and are become such as the milk and not of strong meat. അവിടെ പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠം. And it says that the beginnings of the first lessons of the oracles of the Lord. The elementary classes അല്ലെങ്കിൽ in the beginning classes. And it is actually the foundations or the beginning classes. എന്താണ് ഈ ആദ്യ പാഠം എന്നാണ് 6-ാം അധ്യായത്തിൽ പറഞ്ഞത്. And what are that foundation? That is what is mentioned in chapter 6. അതിന്റെ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അടിസ്ഥാനങ്ങളെ പിന്നെയും ഇടാതെ ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം, ഇത് ആദ്യ വചനം. And in chapter 6 verse 1 it says again about the principles of the doctrine of Christ there. എന്താണ് ഇത് രണ്ടും നോക്കുമ്പോൾ ആദ്യ വചനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യ പാഠം എന്ന് പറയുന്നത് മാനസാന്തരം. And if you compare both of things, and what is that first beginning lessons or the foundation of the doctrine, it is about the word of God. വിശ്വാസം. It is about faith.
മരിച്ചവരുടെ പുനരുത്ഥാനം, and it is the resurrection of the people who are dead, നിത്യശിക്ഷാവധി and it is the final judgment or the eternal judgment. എന്നിങ്ങനെ ക്രിസ്തീയ ജീവിതത്തിലെ 6 അടിസ്ഥാനങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു. And it is actually then saying the 6th principle or the foundations of the doctrines of Christ. എന്നിട്ട് പറയാണ്, And then it says like this, ഇത് വിട്ട് leave all these things, എന്നിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പ്രാപ്തി എന്തു ചെയ്യണം? പരിജ്ഞാന പ്രാപ്തി പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ ശ്രമിക്കണമെന്നാണ്. and it says that leave everything and then you have to grow in the Lord's word. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആദ്യ പാഠങ്ങളെല്ലാം വിട്ടിട്ട്, So you need to leave aside all the first lessons about it. ആദ്യ പാഠം വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വിടുക എന്നല്ല And it ഉദ്ദേശിക്കുന്നത്. doesn't mean that you are to just forsaking all the things what is mentioned in the പക്ഷെ നമ്മുടെ foundation. ഫോക്കസ് അതിൽ നിന്ന് മാറിയിട്ട് What does that mean is you have to take away your focus from those അത് നമ്മുടെ lessons. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. And it is a process that happens in your life. അതിന്റെ ഫോക്കസ് അതിൽ നിന്ന് വിട്ട് ക്രിസ്തുവിൽ വളരുവാൻ നമ്മൾ നോക്കണം. So instead of looking and focusing on those things, you have to actually grow in Christ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വളരുവാൻ നമ്മൾ നോക്കണം. So what we have to do is we have to grow in Christ. ക്രിസ്തുവിൽ വളരുക എന്ന് 232 വാക്യങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ നമുക്ക് ബൈബിൾ ഫുള്ള് കാണാം. And if you read the Bible, ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ, and if you read the Bible, you can see around 232 times the Bible is mentioning about how you can grow in Christ. 145 പ്രാവശ്യം പഴയ നിയമത്തിലാണ്. And out of them 145 times it is mentioned in the Old Testament. അപ്പോൾ എത്രത്തോളം വളരണം നമ്മൾ? So how much you have to grow? എതുവരെ വളരണം? You have to, എത്രത്തോളം വളരണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. and first it says that how much it has to grow. എഫെസ്യ ലേഖനം 4 അധ്യായം 15 വാക്യം And if you turn to Ephesians chapter 4 verse 15, ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാക്കും. and it says that you have to grow unto the head of even Christ. അല്ലേ? ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. So we have to grow until the head of Christ. എത്ര നാൾ വളരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന പ്രക്രിയ അല്ല. And if you ask me how long it will take, how long it will take for you to grow up, it is not happening in one day. നമ്മുടെ മാനസാന്തരം ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കും. The repentance can happen even in a minute. ഇവിടെ ആരെങ്കിലും ഞാൻ സമയമെടുത്ത് മാനസാന്തരപ്പെട്ടവരുണ്ടോ? Is there anyone here who had taken time to get repented? ഇല്ല, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മാനസാന്തരപ്പെടുന്നു, ഇന്ന് ഡേറ്റ് വെച്ച് മാനസാന്തരപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? And do we have someone here who had set a date so that I can repent on that date? നാളെ ഒരു ആൻറ്റി തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ് എന്നെ വിളിച്ച് ഒരു ആൻറ്റി പറയാം, എൻ്റെ മോൻ അടുത്ത ഞായറാഴ്ച മാനസാന്തരപ്പെട്ടേക്കും. And one auntie in the past, she called me and she said that എനിക്ക് ചിരിയാ വന്നത്. And she said that my son may repent next week. When I heard that, I actually fell laughing. ആരും ഇങ്ങനെ പ്ലാൻഡ് ആയിട്ട് മാനസാന്തരപ്പെട്ടിട്ടില്ല. Because nobody can plan about the repentance. മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിച്ചതാണ്. Because the repentance always happen instantly. പക്ഷെ ക്രിസ്തുവിൽ വളരുന്നത് ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. But growth in Christ, that will not happen in one day. ക്രിസ്തുവിൽ വളരുന്നത് നമ്മുടെ മരണം എന്ന് സംഭവിക്കുന്നു, ഏത് നിമിഷം സംഭവിക്കുന്നു അതുവരെ നമ്മൾ ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കും. A person will grow in Christ until the end of his life, until he meets death. വേറൊരു സത്യാവസ്ഥ കൂടെ ഞാൻ പറയാം. And I want to say another truth here. തെറ്റിദ്ധരിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ അത് സത്യാവസ്ഥ പറയാം. And even if you treat me wrongly, but I have to say that. നമ്മൾ ഇവിടെ എല്ലാം ജീവനോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? You know why we are all sitting here alive today? നമ്മൾ ഇതുവരെയും ക്രിസ്തുവിൽ വളർന്ന് പ്രായപൂർത്തി ആയിട്ടില്ല. Because we haven't grown enough so that we can be perfect in Christ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. And I want to give you an example for that. എനിക്കൊരു നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പാസ്റ്ററാണ്. And I had a friend and he was a pastor. പുള്ളി ഭയങ്കര തമാശ പറയുന്ന വ്യക്തിയാണ്. And he was very funny man. ആക്ച്വലി പുള്ളിയുടെ പിതാവ് മരിച്ചുപോയി. And his father had died. മാതാവ് ഒറ്റയ്ക്കാണ്. And his mother was living alone. അവർ രണ്ട് സഹോദരങ്ങളാണ്. And he used to come in my church. അപ്പം രണ്ടുപേരും
മറ്റ് സംസ്ഥാനങ്ങൾ രാജ്യങ്ങളിലൊക്കെയും സുവിശേഷ വേലയിലാണ്. And they were actually spreading the gospel in different places. പിതാവ് മരിച്ചതിന് ശേഷം അമ്മ ഭയങ്കര വിഷമത്തിലായി. After the dad has gone, the mom was very sad. മക്കൾ ഓരോരുത്തരും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഫീൽഡിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു. And the children, they all went on their own way because they had to go back to whatever they were doing. അപ്പോൾ ഈ പാസ്റ്റർ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് ആയിട്ട്, ഇനി അയാളോട് പോകാൻ നിൽക്കുക. And only this pastor was left. അപ്പോൾ അമ്മ ഭയങ്കര കരച്ചിലും ബഹളവും. And then the mother started crying a lot. അന്നപ്പോൾ അമ്മയോട് ഇങ്ങനെ പുള്ളി തമാശയായിട്ട് പറഞ്ഞു. And then this pastor told his mom like this. അമ്മേ, ഈ പ്ലാവില് 2 ചക്ക കിടപ്പുണ്ട്. And he said that in that tree there are 2 jackfruits. അപ്പോൾ ഈ 2 ചക്കയും ഒരുമിച്ച് അമ്മ ഇട്ട് അത് വിളഞ്ഞോ നോക്കൂ. And he asked the mom, will you take off both the jackfruit from the tree and you will see that whether that is ripe enough. അപ്പോൾ ചക്ക വിളഞ്ഞോന്ന് നോക്കുന്നത് എങ്ങനെയാ? So how you will check that the വെട്ടി jackfruit is നോക്കുവല്ലോ ചക്ക ripened? വിളഞ്ഞോ നോക്കുന്നത്? Will you cut the jackfruit and see whether it is ripened? അല്ലല്ലോ, അതെന്ത് തുന്നിച്ചു നോക്കും. So what you do is you ഒരു ചെറിയ നൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊന്ന് തുളച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് നോക്കുക അത് വിളഞ്ഞോ ഇല്ലയോ. okay, so you will take a bit of it and see that whether it is ripened. അതിനുശേഷമാണ് അതിൽ ഒരെണ്ണം വെട്ടുന്നത്. And when you see that it is ripened, they will cut off that from the tree. അപ്പോൾ അമ്മയോട് മോൻ പറഞ്ഞു, പപ്പ അല്ലെങ്കിൽ പിതാവ് പാകമായി, അതുകൊണ്ട് ദൈവം വെട്ടി. So then the son told the mother, because my dad is now ripened, that is why the Lord had taken him. അപ്പോൾ അമ്മ എന്ത് ചെയ്യണം? So what mother has to do? പാകമാകണം. So you should get ripened. പാകമായി കഴിഞ്ഞാൽ എവിടെയാണോ എൻ്റെ ഭർത്താവ് ഇരിക്കുന്നത് അവിടേക്ക് പോകാൻ കഴിയും. And when you are ripened enough, you can take, God will take you where your husband is. ഇതൊരു സത്യാവസ്ഥ, തമാശ രൂപ പറഞ്ഞതെങ്കിലും Although he had said it in a funny way, but it is actually the truth. ഇതൊരു സത്യാവസ്ഥയാണ്. It is really the truth. ഏതൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയം പക്വതയുണ്ട്. ആ പക്വതയിലേക്ക് വന്നു കഴിയുമ്പോൾ അവനെ ദൈവം വിളിക്കും. In every person's Christian life, the Lord had set a target for his maturity, in Christian maturity. Once the Lord had seen that he has met that, then Lord will take him. അല്ലേ, നമ്മളെല്ലാവരും നിശ്ചയം ചെയ്ത് ഉറപ്പിച്ച് റെഡിയാക്കി നിൽക്കുക. And we all are actually engaged with the Lord already. നമ്മുടെ എല്ലാവരുടെയും ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ സഗായി ഹോ ചുക്കാ ഹൈ. And actually our engagement has already happened. അല്ലേ, ഇല്ലേ? ആരുടെയില്ല, ഇവരെല്ലാം നിങ്ങളെല്ലാം എന്നെ നോക്കുന്നത് ഇതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്, ഇതൊന്നും അല്ലെന്നാണ് സത്യാവസ്ഥ. ഇതാണ് സത്യാവസ്ഥ. The way you all are looking at me is it's never happened. നമ്മുടെ എല്ലാവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. And our all engagement had already happened. ഓരോ നിമിഷവും നമ്മുടെ കാന്തന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. And this now we are actually waiting for every minute for our groom to come. അല്ലേ, എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ നമ്മുടെ ജീവിതം, നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം ഒരുങ്ങി നിൽക്കുന്നു, ആ സമയത്തേക്ക് അല്ല കല്യാണത്തേക്ക് നമ്മൾ എന്തുമാത്രം ഒരുക്കമാണോ, ആ ഒരുക്കമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയത്തിലുണ്ടോ എനിക്കറിയത്തില്ല. And in our physical life, when we were getting married and during that and after the engagement, how much you used to get ready for your marriage, that kind of readiness or preparation അങ്ങനെ are you റെഡി happening in the ആയിരിക്കണം ഒരു spiritual life? ആത്മീയ മനുഷ്യൻ. And the same way you also have to prepare in the case of your inner man. ആ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമ്മൾ വളരെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യും. And what I want to mention is, in that kind of circumstances, you will be thinking each and every minute and you will be doing things accordingly. അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ട് നമ്മൾ ഇരിക്കും. നമ്മുടെ ആ മനസ്സ് എപ്പോഴും ആ ഒരു കാര്യത്തിലായിരിക്കും. And our mind will be always concentrating on the preparation of the things that you need to do for your spiritual man. അങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതം ഈ ദിവസങ്ങളിൽ പോകുന്നത്. So how is our spiritual life is moving in that kind of direction? എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരട്ടെ. Let me come back to my topic. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? And what is the problem every church today faces? ദർശനം നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഓടുന്ന ഒരു സഭയാണ് നമ്മൾ കാണുന്നത്. Because they all lost the vision about the Lord and they are actually ഒരു going into the 20 worldly വർഷം things. ബിഹൈൻഡിലേക്ക് ഒന്ന് നോക്കിയേ. And if you go back some years back, ദർശനങ്ങളുള്ള
ദൈവവചനങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. And that time we used to hear and listen all the Bible verses that was about the vision or about the Lord. അല്ലെങ്കിൽ നമുക്ക് ഹോപ്പ് തരുന്ന ക്രിസ്തുവിലേക്ക് പോകുന്നു എന്ന് നമ്മളെ ആശിപ്പിക്കുന്ന പാട്ടുകളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. And we used to hear the songs that we are going or returning back to our Lord. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, അല്ലേ, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, നമ്മുടെ യാത്രയൊക്കെ അക്കരയ്ക്കാണെന്നുള്ള പാട്ടുകളായിരുന്നു. And there were songs like we are going to the other shore and you are preparing for that you are in that traveling. പാട്ടൊന്നും കേൾക്കാൻ പോലും ഇല്ല. And you can't even kind of hear that kind of songs. 20 വർഷം മുമ്പ് വരെ ഇങ്ങനെയുള്ള പ്രത്യാശ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളൂ. And we could even 20 years back we could hear or write these kind of songs which used to give hope. ഇങ്ങനെയുള്ള ഗാനങ്ങളൊന്നും ഇല്ല. And nowadays it doesn't happen like that. ഇന്ന് ഗാനങ്ങളും പ്രസംഗങ്ങളും എല്ലാം മനുഷ്യനെ നീ ഇവിടെ എങ്ങനെ സെറ്റ് ആവാം എന്ന് മാത്രമേ ഉള്ളൂ. And all the songs and hymns and all the preachers that you are hearing these days are the ones which will sustain you in this world. വേറൊരു സത്യാവസ്ഥയോടെ ഞാൻ പറയാം. And I want to mention another truth. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പേപ്പറിൻ്റെ അകത്ത് ഈ കട്ടുവെട്ട് വരുമായിരുന്നു. ഈ എന്താ പറയുന്ന ഈ കണിയാന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്ന ഈ ഹിന്ദുക്കളിലൊക്കെ ഉള്ള അവരെ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ, പ്രതിസന്ധി ഉണ്ടോ, ഇന്നവരെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ പേപ്പറിൻ്റെ സൈഡിൽ ഒരു ജ്യോതിഷം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാർ ചെയ്യുന്നവരുണ്ടായിരുന്നു. In my young age, whenever the newspaper come, there were separate sessions for the people who are astrologists. They have to say something about the future. നിങ്ങളുടെ ഫാമിലി പ്രശ്നമാണോ, നിങ്ങളുടെ കടഭാരമാണോ, നിങ്ങളുടേതായ എന്തെല്ലാം പ്രശ്നമുണ്ടോ അതിനെല്ലാം കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ ഒരേക കട്ടുവെട്ടുകൾ വരുമായിരുന്നു. And there used to be advertisement to contact all these astrologists if you have any kind of problems in your life. ഇന്ന് അത് പാസ്റ്റർമാർ ഏറ്റെടുത്തേക്കുക. And these days actually this has been taken over by the pastors. അവരെവിടെയോ പോയി, അവരെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല. And we cannot hear about the astrologists. ഒന്നും കിട്ടുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. Because astrologists they couldn't win whatever they used to do in the past. ഇന്ന് പാസ്റ്റർമാരുടെ പേരിലാണ് ഇതൊക്കെ വരുന്നത്. But now you can see this kind of columns in the newspaper in regard to the pastors. പണ്ടുണ്ടായിരുന്ന കൺവെൻഷൻ പ്രസംഗങ്ങൾ കേട്ടു നോക്കി. And if you listen to the convention messages that used to happen in the past, ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു. and all those messages used to lead the people to the salvation. ഈ ലോകത്തെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളായിരുന്നു. And all those messages were concentrating on our eternal life. പക്ഷെ ഇന്നുള്ള പ്രസംഗങ്ങൾ, ഇന്നുള്ള കൺവെൻഷൻ്റെ കട്ടൗട്ട് തന്നെ വായിച്ചു നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും നീ ഇവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള പ്രസംഗങ്ങളാണ്. And all the conventions advertisement whatever you see these days they all are telling about the worldly things and how you can settle in this world. ഞാൻ ഇതിൽ വളരെ വേദനയോടെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? Why I am saying this with pain today? നമ്മുടെ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. Because what I feel is after our generation or our children there won't be any generation that who have Christ in their life. ഞാൻ ഉണ്ടായിരുന്ന ആ തലമുറയിൽ ഞാൻ ക്രിസ്തുവിൽ പ്രാപിച്ചതാണ് എനിക്കിപ്പോൾ നിലനിൽക്കാൻ കഴിയുന്നത്. And whatever I have attained about Christ when I was young age, that is the one sustains me now. ഇനിയുള്ള തലമുറകളിലേക്ക് നമ്മൾ കൈമാറുന്നത്. And that is the word of God that we are going to transfer or അത് കാലത്തിനനുസരിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും സത്യക്രിസ്തുവിലേക്കല്ല നമ്മൾ നമ്മുടെ മക്കളെ നടത്തുന്നത്. And whatever we are teaching our children, and if you look at the genealogy you can see that we are not actually directing them to the true Christ. ഇന്ന് നമ്മൾ നമ്മുടെ തലമുറകൾക്ക് കൊടുക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ക്രിസ്തു. And whatever we are portraying these days, the Christ to our generations are the one who is going to solve all your problems. What is the purpose of Christian life? എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം? What is the purpose of Christian life? എന്താണ്? ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? And if the child asks that question, what you will answer? നമ്മുടെ മറ്റു ലൈഫിനെ കുറിച്ചല്ല പറയുന്നത്. And it is not about the second life. അല്ല, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, എൻ്റെ കുറേ ഡ്രീംസ് ഉണ്ട്, എനിക്ക് നേടണം, അത് നേടണം, ഞാൻ നല്ല ഡോക്ടറാണ്, എഞ്ചിനീയർ ആവണം, എനിക്ക് കുറേ സമ്പത്തുണ്ടാണ്, കാറുണ്ടാണ്, വീട്, ഒക്കെ അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. And whatever when they ask that question is what is your purpose, we normally say about whatever you can achieve in this world. പക്ഷേ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? എന്തിനാണ് നീ ഇതെല്ലാം വിട്ട് ഇവിടെ ഇരിക്കുന്നത്? But when you talk about the Christian life, what is the actual purpose? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? Anyone can answer that question? Any youngsters? One answer. Answer for what is the purpose of Christian life? എന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായത്?
നമ്മൾ ക്രിസ്ത്യാനിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഒരു കാര്യം കൂടെ ഞാൻ പിന്നെ വരാം, അതിൻ്റെ പുറകെ വരാം. And I want to mention how you can examine whether you are a Christian or not. ഞാൻ ക്രിസ്ത്യാനി ആയതിൻ്റെ ഉദ്ദേശം എന്താണ്? And what is the purpose I become a Christian? അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എരിവൊക്കെ എരിഞ്ഞ് പുള്ളി ഇതെല്ലാം വിട്ടിറങ്ങിയ 3 കാര്യത്തിന് വേണ്ടിയാണ്. And if you ask Paul, he was very zealous, and why he had left all those things and he came for the 3 things. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. And You can write and keep it. You can write and note these things. To know Christ more clearly. And the first reason is he wanted to know Christ very clearly. ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് അറിയാൻ. He wanted to know Christ more. മനസ്സിലായോ? ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് അറിയാൻ. The first purpose was he wanted to know Christ more. To have fellowship അല്ലെങ്കിൽ to follow Christ more nearly. And the second reason is he wanted to follow and have fellowship with the Lord more closely. Very closely, അല്ലേ? ക്രിസ്തുവിനോട് അടുത്ത്, അല്ലേ, അവനെ അനുഗമിക്കാൻ. And he actually wanted to follow the Christ very nearly. To love Christ more dearly. And the third reason is he wanted to love Christ more. അല്ലേ? ഇതാണ് എൻ്റെ നിങ്ങളുടെയും ക്രിസ്തീയ പർപ്പസ് എന്ന് പറയുന്നത്, ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. And these are the 3 purposes why you and me are Christ Christians. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ അതോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയോ? Are you all with me? ഉണ്ടല്ലോ. ആ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. And that is the verse we have read today. ഇവിടെ ഹല്ലേലൂയ, നമ്മൾ ക്രിസ്തുവിൽ വളരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചർച്ചിൽ വളരുന്നവരായി തീർന്നിരിക്കുന്നു. And these days what happens is more than becoming or growing in Christ, we are actually trying to grow in church. ആത്മീയ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയല്ല നമുക്കുള്ളത്. And actually we don't have that kind of growth according to our maturity in our spiritual life. പൗലോസ് അതാണ് പറയുന്നത്, പ്രായം നോക്കിയാൽ. And that's what Paul says. If I look at your age, വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഇത്ര വർഷമായി, കർത്താവിനുമായുള്ള ബന്ധത്തിൽ ഇത്രയും വർഷമായി, പക്ഷെ ആ പ്രായം നോക്കിയാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൽ അത്രയും വളർന്നിട്ടുണ്ടോ? and if you look at the number of years you have come to Christ, and if you look at how much you grow from that time, have you grown ആത്മീയ that? പ്രായത്തിനുള്ള വളർച്ചയല്ല നമുക്കുണ്ടായിരിക്കുന്നത്. And that time if you look, you haven't grown much in your spiritual life. അതുപോലെ തന്നെ ആത്മീയ ആഹാരത്തിന് ഒത്തവണ്ണമുള്ള പുഷ്ടിയല്ല നമുക്കുള്ളത്. And you are not grown enough with the spiritual food that you have eaten for this many years. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഒരു ചർച്ചിൽ ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര വണ്ണമാണ്. And I want to give an example. In my church there was one person and he was very fat. അമ്മാമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വണ്ണമില്ല. And Auntie was very thin. അമ്മാമ്മ ഭയങ്കര ക്ഷീണിച്ചായിരിക്കുന്നത്. Auntie was very thin and she was very weak. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഈ ആഹാരം മുഴുവൻ അച്ഛനാണ് കഴിക്കുന്നത്, അമ്മാമ്മയ്ക്കൊന്നും കൊടുക്കാറില്ല എന്ന് ചോദിച്ചു. And I asked the uncle, are you eating the whole food? That is why Auntie is like this. അച്ഛൻ പറയാ, എൻ്റെ മോനെ ഈ അമ്മാമ്മ കഴിക്കുന്ന ആഹാരം ഉണ്ടെങ്കിൽ ഈ കടല് മൊത്തം മൂടാനുള്ള ആഹാരമുണ്ട്. And then the uncle said, if you see the amount of food that Auntie eats, that could cover the whole sea. ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ എന്തു തിന്നില്ല, പുഷ്ടി വയ്ക്കുന്നില്ല. What it means that Auntie is eating lot of food, but it is not showing on her body. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. In the same way in our Christian life, we are eating so much spiritual food and we are doing so many things. പക്ഷെ നമ്മൾ ചെയ്യുന്ന അതിനനുസരിച്ചുള്ള പുഷ്ടി നമ്മളിൽ കടന്നു വരുന്നില്ല. But according to that much work that you are doing, we can't see that kind of spiritual growth externally on you. പ്രായം കുറേയായി, പക്ഷെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച നമ്മളിൽ ഇല്ല. And we are aged, but according to our age, we cannot see that kind of growth in our spiritual life. എന്താ കാരണം എന്നറിയാമോ? നമ്മൾ ക്രിസ്തുവിലല്ല വളരുന്നത്, നമ്മൾ സഭയിലാണ് വളരുന്നത്. The reason is you are not growing in Christ, you are actually growing in church. അല്ലേ? ചർച്ചിലല്ല വളരുന്നത്, ഭയങ്കര ആക്റ്റീവാണ്. And what it means that you are very active in your church. എല്ലാ കാര്യത്തിനും നമ്മൾ മുമ്പിലുണ്ട്. And you do everything in the church. എന്തൊക്കെ ചെയ്യണോ അതിനെല്ലാം നമ്മൾ മുമ്പിലാണ്. And whatever has to be done, you are always on forefront. പാടണോ പാടാം. If you want to sing, you will be there. ദശാംശം കൊടുക്കണോ കൊടുക്കാം. If you want to give tithe, you are there. പ്രസംഗിക്കണോ അതും ചെയ്യാം. If you want to preach, you are ready. നമ്മൾ സഭയിൽ വളരുക. That means you are growing in church. സഭയ്ക്ക് നല്ലതാണ്. It is good for the church. ക്രിസ്തുവിൽ വളരുന്നുണ്ടോ? But are you really growing in Christ? മനസ്സിലായോ? Do you understand?
ക്രിസ്തുവിൽ വളരുന്ന ഒരു വ്യക്തി സഭയിലും വളരും, അത് വേറൊരു കാര്യം. And whoever growing in Christ, that automatically will grow in church. പക്ഷെ That is ചിലർ another സഭയിൽ thing. മാത്രം വളരുന്നവരുണ്ട്. But some people just grow in church. അവർ ക്രിസ്ത്യാനി എന്നല്ല വിളിക്കുന്നത്, We cannot call them Christians. അവർ ചർച്ചിഷ് എന്നാണ് വിളിക്കുന്നത്. We can just call them as they are just bound to a church ചർച്ചിൽ വളരുന്നവർ, because they are just growing in church. ക്രിസ്തുവിൽ വളരുന്നവരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. All the people who are actually growing in Christ, they have to be called as Christians. ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. There is a difference. നമ്മൾ ക്രിസ്തുവിൽ വളരുന്നവരായിരിക്കണം. We should be growing in Christ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അത് ഈ ചർച്ചിൽ വളരുന്നവർക്ക് ചർച്ചിൽ പ്രയോജനമുണ്ട്. And whoever grow in church, it is actually beneficial for the church. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വളരാതെ നമുക്കത് പറ്റത്തില്ല. But you have to grow in Christ too. എന്താ കാരണം എന്നറിയാമോ? Do you know the reason? നമ്മൾ അങ്ങ് ചെന്ന് നിൽക്കുമ്പോൾ, Because when we go to heaven, നിങ്ങൾ ഹോം കോഫ് ചർച്ചിൽ നിന്നാണോ വന്നതെന്നുള്ള അടിസ്ഥാനത്തിലല്ല അവിടോട്ട് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. we are not getting the entrance there because you are a part of Homecroft Church. IPC ന്ന് വന്നതിനെ കൊണ്ടല്ല അവിടെ പ്രവേശനം ലഭിക്കുന്നത്. Because you had a background of IPC, you are not going into eternal. ചർച്ചക്കോടിയിൽ നിന്ന് വന്നത് കൊണ്ടല്ല നമുക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നത്. You are getting entrance into the heaven not because you are from Church of God. ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ സീലാണ് നമുക്കുള്ളത്. ഞാൻ IPCയുടെ സ്പിരിറ്റാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനും പാസ്റ്ററുടെ പറയുന്നത് IPCയുടെ ബ്ലഡ്, പുള്ളിയുടെ ബ്രദർ തന്നെ എന്നോട് പറയാം, പുള്ളിയുടെ ഇപ്പോഴും IPCയുടെ ബ്ലഡാണ്. And why I have to say that you can see that people are getting zealous or they become very excited about their. ചർച്ചക്കോട് IPCയുടെ കാര്യം പറഞ്ഞോണ്ട് പാസ്റ്റർ പുള്ളിയുടെ കയ്യിൽ ഇപ്പോഴും ബ്ലഡ് IPCയുടെ ആണ്. Because yesterday also we had a conversation in such a kind that people always treat where you are from. നമുക്ക് ഒരുപാട് സീലുള്ളവരാണ്. Because we get zealous about all these things. പക്ഷേ വചനത്തിൽ സീലൊന്നും നമുക്ക് കാണാറില്ല. But in the word of God you can see all these things. ഇങ്ങനെ അനേകരുണ്ട് കേട്ടോ. There are quite a few people like this. അതിനുവേണ്ടി മരിക്കാൻ വരെ റെഡിയായി നിൽക്കുന്ന അനേകരുണ്ട്. Some people are there, they are even ready to die for these kind of things. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊന്നുമല്ല അവിടേക്ക് എത്താനുള്ള മാനദണ്ഡം. What I am trying to say is all these things are not the criteria for you to get into the അവിടെ heaven. ചെല്ലുമ്പോഴും എൻ്റെ ഉദാഹരണം പറയാം, അനീഷിനെ അല്ല നോക്കുന്നത്. When I go to heaven, actually the Lord is not looking at Anish. അവിടെ നോക്കുന്നത് അനീഷിൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ടോ എന്ന്. What is actually being looked at there is whether Christ is in Anish. ക്രിസ്തു അനീഷിൽ വളർന്നോ എന്നാണ്. What he is actually examining is whether the Christ has grown in Anish. അത് എബ്രായ ലേഖനം 6-ാം അധ്യായം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ, And when you read Hebrews chapter 6, ഞാൻ എപ്പോഴും ഈ സ്നാനത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അത് എടുക്കാറുണ്ട്. and whenever I used to give the lessons on the baptism, I used to take this chapter. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരുന്നത്, And when a person who got repented and came in Christ, ആ ക്രിസ്തുവിലേക്ക് വരുന്നത് മാനസാന്തരം പ്രാപിച്ച് അവൻ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്കാണ് വരുന്നത്. and when he got repented, he is actually coming to the cross of Christ. സ്നാനമെന്ന് പറയുന്നത് അവൻ എന്ത് ചെയ്യുന്നു? ആ ക്രൂശിലേക്ക് വന്ന് മരിക്കുകയാണ്, അവൻ അവനെ തന്നെ മരിപ്പിക്കുകയാണ്. And when it comes to baptism, he is actually dying himself on that cross. മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് എന്താ? ഡെത്താണ്. And the process of repentance, the first thing that comes was the death. അല്ലേ? അങ്ങനെയൊക്കെയാണോ നിങ്ങൾ മാനസാന്തരപ്പെട്ടെന്ന് എനിക്കറിയില്ല. ആരോ പറഞ്ഞു ചാടി ഇറങ്ങി എന്നുള്ള ഒരു ചിന്താഗതിയിലാണെങ്കിൽ അത് മാറ്റിയെടുക്കുക. I am not sure the process that you have gone through the repentance. മാനസാന്തരത്തിലേക്ക് ഞാൻ വരുന്നത് എന്നെ തന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യിക്കുന്നു? എന്നെ കൊല്ലുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മരണത്തെയാണ് അത് കാണിക്കുന്നത്. The actual process of repentance is you are coming to the cross and you are killing yourself on the cross. ആ മരിച്ച ഞാൻ എന്ത് ചെയ്യുന്നു? അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. And after I got dead and then I get buried in that. അവിടെ ആ വാക്യങ്ങൾ വായിച്ച് കഴിയുമ്പോൾ പറയും, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ആരാ? ക്രിസ്തു. And after I got buried, and who is going to live in me, it is not me, it is actually Christ. അത് ഒറ്റ ദിവസം സംഭവിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. And it's not going to happen in one day. നമ്മൾ ക്രിസ്തുവിലായി തീരുമ്പോൾ, when you become in Christ, ഒരു ന്യൂ ബോൺ ബേബി ആകുകയാണ്. you are becoming a new creation. വാക്യം വായിച്ചേട്ടെ, 1 പത്രോസ്. Let's turn to that verse, 1 Peter. അതിൻ്റെ 2-ാം അധ്യായം chapter 2.
1, 2, 3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ. ആ ആ അതെ, അവിടെ എഴുതിയിരിക്കുന്നത് എന്തിനാ? രക്ഷയ്ക്കായി. And it is written for the salvation. വളരുവാൻ. You have to grow. വചനമെന്ന You have to drink മായമില്ലാത്ത പാൽ കുടിക്കണം. the milk of the word. അപ്പൊ ഇപ്പോൾ നമ്മൾ ജനിച്ചിരിക്കുക. So because you are a newborn baby, ശിശുക്കൾക്ക് വളരുവാൻ പാല് വേണം. for the newborn baby to be born, ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വളരണം. it's written very clearly here that you have to രക്ഷിക്കപ്പെട്ടു, grow. സത്യമാണ്, ആ രക്ഷയിൽ വളരണം. You are saved, that is truth, but you have to grow in the ആ salvation. രക്ഷയിൽ വളരുന്നത് ആ മായമില്ലാത്ത പാല് കുടിക്കുമ്പോഴാണ്. വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുമ്പോഴാണ്. And how you grow in the salvation is actually when you drink that milk of the word. എങ്ങനത്തെ പാലെന്ന് എഴുതിയിരിക്കുന്നത്? മായമില്ലാത്ത പാൽ. And it is written what kind of milk? It is sincere. ഇന്ന് നമ്മൾ പിസയും ബിരിയാണിയും അതും ഇതെല്ലാം കഴിച്ചാൽ വളരുന്നത്. And today's world we are eating all kind of junk foods. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിലും. And in Christian life also it is same way. വചനമില്ലാത്ത പാല് ഞാനിപ്പോൾ തന്നേച്ച് നാളെ അങ്ങോട്ട് വേറൊരാൾ പറയുമ്പോൾ ബിരിയാണി തരുവാണെങ്കിൽ അതാ ഇച്ചിരിയുടെ ടേസ്റ്റ്. And whatever kind of messages you get, you are easily received. നമുക്ക് തന്നെ അറിയത്തില്ല നമുക്ക് എന്താ വേണ്ടതെന്ന്. Because we don't know what we actually need. ഞാൻ പറയുന്ന വല്ല മനസ്സിലാകുന്നുണ്ടോ? Do you understand what I am saying? കേൾക്കുന്നത് എല്ലാം ദൈവവചനമല്ല. And whatever you hear, that cannot be all word of God. എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത് എന്തെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവവചനമാണ്. Whatever I hear, the messages that if that lead me to Christ, then that is word of God. എൻ്റെ ഉള്ളിൽ മോഹങ്ങളെ പിന്നെയും ലോകത്തിന്റെ മോഹങ്ങളെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തീയ വചനമല്ല. And if whatever message you hear that is actually inclining to the world, this whole world, then it is not message from the Lord. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളുണ്ട്. And if you are in Christ, there will be always blessings. ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് വിടുതലുണ്ട്. If you are in Christ, there will be a deliverance. ഞാനത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. I'm not saying that it will not happen. എപ്പോഴും ഇത് മാത്രം കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? But if you hear only these kind of deliverances every day, what happens? ക്രിസ്തു ഇതിനു വേണ്ടി മാത്രമാണ്. You may think that the Christ has come just for the deliverance and healings. Praise the Lord. അപ്പൊ മായമില്ലാത്ത പാല് അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? How you can actually understand what is the sincere milk? കള്ളനോട്ട് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? How you ഈ ഫേക്ക് കറൻസി. Okay, how you can know that how a currency is fake? നമ്മൾ കള്ളനോട്ട് എടുത്തിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. കള്ളനോട്ട് ആണോ? Will you touch the note and see that that currency is fake? നല്ല നോട്ടിനെ കുറിച്ച് അറിവ് കൂട്ടുക എന്നുള്ളതാണ്. Actually what you have to do is you have to first have the understanding of what is the correct note or correct currency. നല്ല നോട്ടിനെ കുറിച്ച് അറിവ് കുറഞ്ഞവർക്കാണ് കള്ളനോട്ടും നല്ല നോട്ടും തിരിച്ചറിയാൻ പറ്റാത്തത്. And if you don't know what is the actual currency, then they won't be able to understand which one is actual and കള്ളനോട്ട് fake. തിരിച്ചറിയണമെങ്കിൽ നല്ല നോട്ടിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. And if you want to know which one is fake, then you have to know what is actual. അപ്പൊ പഥ്യവചനത്തോടുള്ള നമ്മുടെ സമീപനം ഹല്ലേലൂയ കൂട്ടുക എന്നുള്ളതാണ്. What does that mean is you have to actually give more importance for the true word of God. അങ്ങനെ സത്യത്തോട് കൂടുതൽ അടുക്കുമ്പോൾ അത് നമ്മെ നമ്മളെന്ത് സ്വതന്ത്രരാക്കും. And when you are more closer to those words, then that will set you free. Praise the Lord. ആ വചനത്തോടുള്ള സമീപനം നമുക്കുണ്ടാക്കണം. So we have to approach the word of God like that. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന്. So what I have mentioned is what God's plan is on our life. നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. Because we have to be matured or perfect in Christ. നമ്മൾ വായിച്ച ആ വചനത്തിൽ പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പിന്നെയും പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. And in that verse Paul was saying again that you have to be matured or you have to be perfect in Christ. ഒരുപാട് വാക്യങ്ങൾ അതിലുണ്ട്. And there are a lot of ഞാൻ അതൊന്നും എടുക്കുന്നില്ല, എൻ്റെ ഇവിടെ സമയം തീർന്നതുകൊണ്ട്. I'm not going into all those words because ബില്ലി ഗ്രാം തൻ്റെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയായി, ക്രിസ്തീയ ജീവിതം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. Billy Graham had mentioned once that Christian life won't happen in one day. It is daily process ആണ്. And it happens daily. Till your death. And it will be continuing until your death. വേറൊരു കർത്തദാസൻ ഇങ്ങനെ പറയാം, as we grow closer to Christ,
നമ്മൾ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ When we come closer to the Lord, അവൻ്റെ ലൈഫ് നമ്മളിലൂടെ റിഫ്ലക്റ്റ് ആകും. and whenever you become closer to the Lord, His life will So get as we reflected grow in you. closer to Christ, our life will reflect Christ more clearly. അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം നമ്മളിൽ റിഫ്ലക്ഷൻ ഉണ്ടോ? Do we have that reflection of Jesus in our life? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മളായിരിക്കും. ഇവിടുത്തെ റിഫ്ലക്ഷൻ അല്ല ഞാൻ പറഞ്ഞു കേട്ടോ. I'm not talking about when you are in church at your ഇതൊരു 3 workplaces. മണിക്കൂറത്തെ പ്രോസസ്സാണ്. Whatever you are doing here is it's just 3-hour process. ഇനി അടുത്ത ആഴ്ച നമ്മൾ കാണത്തുള്ളൂ. We will be meeting only next week. ഈ പറഞ്ഞ ക്രിസ്തുവിൽ വളരാന്ന് വളർന്നത് വ്യക്തിപരമായ ജീവിതമാണ്. And whenever I say about the growing in Christ, it's your personal. ഞാൻ ക്രിസ്തുവിൽ വളരുന്നില്ലെങ്കിൽ അത് എനിക്കേ ദോഷമുള്ളൂ. And if I don't grow in Christ, it is a problem only for myself. ഞാൻ സഭയിൽ വളരുന്നുണ്ടെങ്കിൽ അത് സഭയ്ക്ക് പ്രയോജനമാണ്. But if I grow in church, it is good for the church. പക്ഷേ വ്യക്തിപരമായി ഞാൻ ക്രിസ്തുവിൽ വളരണം. But I have to grow personally in Christ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വളരുന്നില്ല എങ്കിൽ അത് എൻ്റെ നഷ്ടമാണ്. And if you don't grow in Christ, it is a loss. അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണം ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? And one pastor has mentioned that how you know that you have grown in Christ. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ മോർ റിഫ്ലക്റ്റ് ചെയ്യും. And how you can examine is if you are growing in Christ, you will be reflecting Jesus more in your life. നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യും. And how you can understand is in our day-to-day life, if you are actually reflecting the Lord Jesus, then that means that you are growing in Christ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്തു ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. What does that mean is how our Christ is thinking, the same way we start thinking. ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വന്നാൽ, And when there is a problem in front of us, ക്രിസ്തു ചിന്തിക്കുന്ന പോലെ നമ്മൾ we ചിന്തിക്കാൻ. start thinking how the Christ will think. ക്രിസ്തു ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? If Christ was in that place, what he would have done? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. And you will start thinking in his terms. അങ്ങനെ ഒരു ഗ്രോത്തിലേക്കാണ് ദൈവം നമ്മളെ കുറിച്ച് And ആഗ്രഹിക്കുന്നത്. that is the ambition or the desire for the Lord to have us. എപ്പോഴും അനുഗ്രഹങ്ങളും മറ്റ് ലോകപരമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാതെ ക്രിസ്തുവിനെ കേന്ദ്രമാക്കി നമ്മൾ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ ജീവിതം തയ്യാറാക്കണം. And what we have to do is instead of concentrating on the material blessings in this world, you have to actually concentrate on Christ. ഓരോ നിമിഷവും ഓരോ ദിവസവും ക്രിസ്തുവിൽ എങ്ങനെ വളരണമെന്നുള്ള ചിന്താഗതിയോടുകൂടി നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. And every moment, every day in your life, you have to think and plan how you are going to lead your Christian life. കാരണം അവനിൽ വളരുന്നവർക്ക് ഒന്നിനും കുറവില്ലാകുകയില്ല. അവൻ്റെ പ്രോമിസാണ്. Because what the promise is, if you are growing in Christ, there will be nothing lacking in you. അതാണ് നമ്മുടെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. And that is the thing that will lead you for eternity. സഗായി ഓ ചുക്ക അല്ലേ? The നിശ്ചയം engagement has കഴിഞ്ഞിരിക്കുക. happened. നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന വ്യക്തി പ്രിപ്പറേഷനിലാണ്. Because your engagement has happened, now you are in the preparation mode. ആ പ്രിപ്പറേഷനിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്യണം? വിവാഹം ചെയ്യണം, ഇല്ലെങ്കിൽ നഷ്ടമാണ്. And after the preparation, you have to actually get married to the groom. Otherwise, it is a loss. 10 കന്യകകളുടെ ഉപമയൊക്കെ നമുക്കറിയാം. And we know the story about the 10 virgins. ഒരുങ്ങിയിരുന്നവർ പോയി, ഒരുങ്ങിയിരിക്കാത്തവർ പോയില്ല. എല്ലാം ഇല്ലായിരുന്നിട്ടൊന്നും അല്ല, എല്ലാം ഉണ്ടായിരുന്നു. ഒരുക്കം ഉണ്ടായിരുന്നു, പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. Only those virgins who were prepared enough, they could only go with the groom. But the rest, although they have prepared, but they അങ്ങനെ were ഓരോ not. ദിവസവും നമ്മുടെ ആത്മീയ ജീവിതം ഒരുങ്ങുവാൻ കർത്താവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us to get prepared for that second coming of Jesus ക്രിസ്തുവിൽ Christ. വളരുവാൻ കർത്താവ് നമ്മെ May സഹായിക്കട്ടെ. the Lord help us to grow in ആ Christ. ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let's have that kind of aim, and may the Lord help us to grow in Christ in that. ഈ way. വചനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം അനുവദിച്ച കർത്താവിന് ദാസനും സഭയ്ക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് നിൽക്കുന്നു. May the Lord bless us with these verses.